ദക്ഷപ്രജാപതി ചന്ദ്രദേവനെ ശപിച്ചതെന്തിന്? ദക്ഷപ്രജാപതി തൻ്റെ 27 പുത്രിമാരെ, അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളാണ് അവരുടെ നാമധേയം, ചന്ദ്രദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ ചന്ദ്രദേവന് രോഹിണിയോട് മാത്രമായിരുന്നു താൽപ്പര്യം. രോഹിണി തൻ്റെ സഹോദരിമാരെയും അവഗണിച്ചു. മറ്റ് 26 ഭാര്യമാർ ഭർത്താവിൽ നിന്നും അവഗണിക്കപ്പെടുന്നതിൽ വളരെയധികം വിഷമിച്ചു. ഭർത്താവ് തങ്ങളെ അവഗണിക്കുന്നുണ്ടെന്നും രോഹിണിയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂവെന്നും അവർ പിതാവായ ദക്ഷപ്രജാപതിയോട് പരാതിപ്പെട്ടു. സ്നേഹനിധിയായ ഒരു പിതാവ് എന്ന നിലയിൽ 27 ഭാര്യമാരെയും തുല്യമായി പരിഗണിക്കണമെന്ന് ചന്ദ്രദേവനോട് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ചന്ദ്രദേവൻ ചെവിക്കൊണ്ടില്ല. അങ്ങനെ ഒടുവിൽ ദക്ഷപ്രജാപതി തൻ്റെ മരുമകനെ ശപിച്ചു. ക്ഷയരോഗം ബാധിച്ച് നീ വാടിമരിക്കട്ടെ എന്നായിരുന്നു ശാപം. ശാപത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി ചന്ദ്രൻ പ്രഭാസമേഖലയിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന ഏറ്റവും കഠിനമായ തപസ് അനുഷ്ഠിച്ചു. അവസാനം ഒരു ദിവസം പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: ഒരിക്കലും ദക്ഷൻ്റെ ശാപം വെറുതെയാകില്ല. തെറ്റ് മനസ്സിലാക്കിയ ചന്ദ്രൻ ക്ഷമ ചോദിച്ചു. ദക്ഷൻ്റെ ശാപം വെറുതെയാവാതിരിക്കാൻ മഹാദേവന് ചന്ദ്രനെ തലയിൽ വെക്കേണ്ടി വന്നു. മാസത്തിലെ 15 ദിവസം ശാപം നേരിടുമെന്നും ബാക്കി 15 ദിവസം കൂടുതൽ വളരുമെന്നും മഹാദേവൻ ചന്ദ്രനെ അനുഗ്രഹിച്ചു. അങ്ങനെ അമാവാസിയും പൗർണമിയും ഉണ്ടായി. മഹാദേവനിൽ സന്തുഷ്ടനായ ചന്ദ്രദേവൻ പ്രഭാസമേഖലയിൽ പണിത ക്ഷേത്രമാണ് സോമനാഥ മഹാദേവ ക്ഷേത്രം.